ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടന്നെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും. മന്ത്രി CP ജോൺ. പ്രവാസി മലയാളികൾ അടക്കമുള്ളവർക്ക് ഗുണമുണ്ടാകുന്ന നടപടികൾ സർക്കാർ തുടരുകയാണെന്ന് മന്ത്രി CP ജോൺ തിരൂരങ്ങാടിയിലെ ചെമ്മാട് CMP ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിൽ ഒരു വലിയ മാറ്റം അതിന്റെ അടിസ്ഥാനത്തിലുണ്ടായി. ആ സന്ദർഭത്തിലാണ് 2001-ൽ AK ആന്റണിയുടെ ഗവൺമെന്റും 91-ൽ കരുണാകരന്റെ ഗവൺമെന്റും കുട്ടികൾക്ക് വെറും സാധാരണ പഠിത്തം പോരാ, കോളേജിൽ പഠിക്കണമെന്നുള്ളത് കൊണ്ട് MBR പോലുള്ള ആളുകൾ മെഡിക്കൽ കോളേജ് തുടങ്ങി, കത്തോലിക്ക സഭ തുടങ്ങി, MES തുടങ്ങി. അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജുകളൊക്കെ 91 കാലത്ത് തുടങ്ങി. അത് 2001 ആയപ്പോൾ കുറച്ചും കൂടെ ആന്റണിയുടെ കാലത്ത്, AK ആന്റണി ഗവൺമെന്റ് കാലത്ത് അത് വികസിച്ച് വലിയ തരത്തിൽ മുന്നോട്ട്. വീണ്ടും കാൽനൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ എന്താണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ചിന്ത? ഒരിക്കലും ഒരു പണിമുടക്ക് പോലും ഉണ്ടാവില്ല എന്ന് കരുതിയ ഗൾഫിൽ യുദ്ധത്തിന്റെ കാർമേഘം ഇങ്ങനെ നിൽക്കുക ഇല്ലേ? എല്ലാവരും ഫോൺ ചെയ്യുമ്പോൾ പറയുന്നില്ലേ? അവിടെ ആർക്കൊന്നും പറ്റിയിട്ടില്ല, മേടിക്കാനൊന്നുമില്ല. പക്ഷേ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഫലമായി, ഇസ്രായേലും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഫലമായി ഗൾഫിന് മുകളിൽ യുദ്ധത്തിന്റെ ഇരുണ്ട മേഘങ്ങൾ ഇന്ന് വന്നിരിക്കുകയാണ്. പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ 6% പലിശ നിരക്കിൽ സർക്കാർ 5 കോടി രൂപ വരെ നൽകുന്നുണ്ട്. പഠിച്ചിറങ്ങുന്നവർക്ക് മികച്ച തൊഴിൽ ലഭിക്കാൻ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സർക്കാർ പ്രഥമ പരിഗണന നൽകും. മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം സർക്കാർ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാന്യമായ തൊഴിലിന് മാന്യമായ വേതനം എന്നതാണ് സർക്കാർ നയം. UDF ഭരണം 5 കൊല്ലം കൊണ്ട് തീരാനുള്ളതല്ല. പുതുയുഗ ഭരണം നാടിന്റെ നന്മയ്ക്കുള്ളതാണ്. മികച്ച ഭരണം തുടർ ഭരണത്തിലേക്ക് നയിക്കും. കേരളത്തിൽ നിലവിലുള്ള ഈ മാറ്റം പോരാ, കൂടുതൽ വികസനം നാട്ടിൽ വരേണ്ടതുണ്ട്. ടിക്കറ്റ് എടുക്കാൻ AI സംവിധാനം KSRTCയിൽ നടപ്പാക്കിയത് ഇതിന്റെ ഭാഗമായാണെന്നും മന്ത്രി പറഞ്ഞു. CMP സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ കോട്ടുമല അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി PK ശശി, ജില്ലാ സെക്രട്ടറി വാസു കാരയിൽ, സമിതി യോഗം CP കാർത്തികേയൻ, PK പീറ്റർ, ഗഫൂർ കൊണ്ടോട്ടി, K ഗോപിനാഥ്, വിനോദ് വെള്ളില, AK വണ്ടൂർ, സദാനന്ദൻ കേപുരം, സുനിൽ നിലമ്പൂർ, ബഷീർ പുത്തൻവീട്ടിൽ, തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറി MB രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.